കാളികാവ് പഞ്ചായത്തിലെ മരാമത്ത് പ്രവർത്തികൾ ഏജൻസിക്ക് നൽകിയതിന്റെ പേരിൽ സിപിഎം പഞ്ചായത്ത് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് രാഷ്ട്രീയ പ്രേരിതവും വസ്തുതാവിരുദ്ധവുമാണെന്ന് ഭരണസമിതി അംഗങ്ങൾ പഞ്ചായത്ത് ഹാളിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. പഞ്ചായത്തിലെ എഞ്ചിനീയറിംഗ് വിങ്ങിന്റെയും കോൺട്രാക്ടർമാരുടെയും അപര്യാപ്തതയാണ് വർക്കുകൾ ഏജൻസിക്ക് കൊടുക്കാൻ കാരണമെന്നും ഭരണസമിതി പറഞ്ഞു. ഇന്ന് കാളികാവ് ഗ്രാമപഞ്ചായത്തിലേക്ക് സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ച് തികച്ചും വസ്തുതാവിരുദ്ധവും രാഷ്ട്രീയ പ്രേരിതവുമാണ്. കാളികാവിലെ ചില കോൺട്രാക്ടർമാരും LC സെക്രട്ടറിയും തമ്മിലുള്ള ഒരു അവിഹിത ബന്ധമാണ് ഇതിന് പിന്നിൽ എന്നുള്ള ഒരു വിലയിരുത്തലാണ് കാളികാവ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് ഉള്ളത്. ഈ 322 പ്രൊജക്ട് കംപ്ലീറ്റ് നമ്മുടെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന് ചെയ്യാൻ കഴിയുമോ എന്നുള്ള ഒരു ആശങ്ക ഭരണസമിതിക്ക് വരികയും അതിന്റെ അടിസ്ഥാനത്തിലാണ് 48 വർക്ക് ഏജൻസിക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചത്. 2024-25 വർഷ പദ്ധതിയിൽ 4 കോടിയോളം രൂപയുടെ വർക്കാണ് ഏജൻസിക്ക് നൽകിയിട്ടുള്ളത്. പഞ്ചായത്തിലെ നിലവിലുള്ള എഞ്ചിനീയർ വിങ്ങിനെ ഉപയോഗപ്പെടുത്തി നടപ്പുവർഷ പദ്ധതികൾ പൂർത്തിയാക്കാനാവില്ല എന്നുറപ്പുള്ളതുകൊണ്ടാണ് ഭരണസമിതി ഇങ്ങനെയൊരു തീരുമാനമെടുത്തത്. ഓവർസിയർമാർ സ്ഥലം മാറിപ്പോവുകയും ട്രാൻസ്ഫറിന് അപേക്ഷ നൽകുകയും ചെയ്തിരിക്കുകയാണ്. ഈ വസ്തുതകൾ ഒന്നും പരിശോധിക്കാതെ CPM നടത്തുന്ന പ്രതിഷേധം രാഷ്ട്രീയ ലാഭം മാത്രം ലക്ഷ്യം വെച്ചിട്ടുള്ളതാണെന്നും ഭരണസമിതി അംഗങ്ങൾ കുറ്റപ്പെടുത്തി. കഴിഞ്ഞ വർഷത്തെ സ്പിൽ ഓവർ അടക്കം 322 പ്രോജക്ടുകളാണ് ഈ വർഷം പൂർത്തിയാക്കാനുള്ളത്. ഇത് പൂർണ്ണമായും നടപ്പുവർഷം പൂർത്തിയാക്കുമെന്നും ഭരണസമിതി അംഗങ്ങൾ പറഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റ് P. ഷിജിമോൾ, വൈസ് പ്രസിഡന്റ് K. സുബൈദ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ N. മൂസ, നാസർ, രാമരാജൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല. എംപയർ കോളേജ് ഓഫ് സയൻസ്, മൂടാർ, കുറ്റിപ്പുറം, മലപ്പുറം.